പുറത്തിറങ്ങിയതു മുതൽ വിവാദങ്ങൾ വിട്ടൊഴിയാത്ത സിനിമയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ ചുരുളി. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമയെ തേടി വിവാദങ്ങൾ എത്തുകയാണ്. നടൻ ജോജു ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശത്തിലൂടെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ഫെസ്റ്റിവലിലേക്കുള്ള സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തെറി പറഞ്ഞ് അഭിനയിച്ചതെന്നും ജോജു പറഞ്ഞു. എന്നാൽ തെറിയില്ലാത്ത വേർഷനും സിനിമയ്ക്കുണ്ടായിരുന്നുവെന്നും തെറി പറയുന്ന വേർഷൻ അവാർഡിനെ അയക്കുകയുള്ളൂവെന്നും തന്നോട് പറഞ്ഞിരുന്നുവെന്നും ജോജു പറഞ്ഞു. തെറി പ്രയോഗങ്ങൾ ഉൾപ്പെടുന്ന പതിപ്പാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതെന്ന് പറയേണ്ട മര്യാദയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടില്ല അഭിനയിച്ചതിന്. അത് ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം ഞാൻ വിളിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതിന്റെ പേരിൽ കേസ് വന്നു എനിക്ക്. ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ആരും ഒന്നും വിളിച്ചു ചോദിച്ചിട്ടില്ല, ഒരു മര്യാദയുടെ പേരിൽ പോലും. പക്ഷെ ഞാൻ ജീവിക്കുന്ന എന്റെ നാട്ടിൽ ഇതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ഫുൾ തെറി പറയുന്ന നാടാണ്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ പ്രശ്നമായി. തെറി പറഞ്ഞുകൊണ്ടുള്ള ആ വേർഷൻ ഫെസ്റ്റിവലിന് മാത്രമേ പോകൂ എന്ന് പറഞ്ഞിരുന്നു എന്നായിരുന്നു ജോജു ജോർജ് പറഞ്ഞത്. തുടർന്ന് ജോജുവിന് മറുപടിയുമായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും എത്തി. സിനിമാ ചിത്രീകരണ വേളയിൽ തങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും ഒരവസരമുണ്ടായാൽ ഉറപ്പായും ചുരുളി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചു. ജോജുവിന് നൽകിയ ശമ്പളത്തിന്റെ വിവരങ്ങൾ അടങ്ങുന്ന രേഖകളടക്കം ലിജോ പങ്കുവച്ചു. 3 ദിവസത്തെ ഷൂട്ടിനായി ഏകദേശം 5 ലക്ഷം രൂപയാണ് ജോജുവിന് പ്രതിഫലമായി ലഭിച്ചതെന്ന് ലിജോ പുറത്തുവിട്ട പോസ്റ്റിൽ പറയുന്നു. ഇപ്പോൾ ലിജോയ്ക്ക് മറുപടിയുമായി ജോജുവും എത്തി. പുറത്തുവിട്ട തുണ്ടുകടലാസിനൊപ്പം ലിജോ എഗ്രിമെന്റും പുറത്തുവിടണമെന്നും ജോജു പറഞ്ഞു. താൻ ലിജോയുടെ ശത്രുവല്ലെന്നും പൊറിഞ്ചുമറിയം ജോസ് കഴിഞ്ഞ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കൂടെ അഭിനയിക്കണമെന്നത് തന്റെ വലിയൊരു ആഗ്രഹമായിരുന്നുവെന്നും ജോജു പറഞ്ഞു. തെറിയില്ലാത്ത ഒരു വേർഷൻ ചുരുളിക്കുണ്ടായിരുന്നു. അതാണ് IFFK-യിൽ അടക്കം പ്രദർശിപ്പിച്ചത്. തെറിയില്ലാത്ത ഒരു വേർഷൻ ലിജോ തന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പൈസ കൂടുതൽ കിട്ടിയപ്പോൾ മോശം പദപ്രയോഗങ്ങളുള്ള വേർഷൻ OTT-ക്ക് വിറ്റെന്നും ജോജു മാധ്യമങ്ങളോട് പറഞ്ഞു. നിങ്ങൾ IFFK-യിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ? അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാണ് തെറിയുള്ള വേർഷനാണ് വരേണ്ടത്. വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അതിനുശേഷം അത് വേറെ പൈസക്ക് വിൽക്കുന്നു, അത് വിറ്റ് ലാഭമാവുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം. അപ്പം അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് അതിൻ്റെ പേരിൽ. കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങൾ. ചുരുളി എന്ന സിനിമയ്ക്ക് താൻ എതിരല്ല, ലഭിച്ചത് മികച്ച കഥാപാത്രമെന്നും ജോജു പറഞ്ഞു. എന്നാൽ സിനിമയിലെ മോശം പദപ്രയോഗത്തിന്റെ പേരിൽ താൻ ട്രോൾ ചെയ്യപ്പെട്ടു. മക്കൾ സ്കൂളിൽ പോകുമ്പോഴും ട്രോൾ പറഞ്ഞ് കളിയാക്കിയെന്നും ജോജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചുരുളിയിലെ പോലത്തെ കഥാപാത്രം ഇനി താൻ ചെയ്യില്ലെന്നും ജോജു പറഞ്ഞു.